മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാൻ അറിയിച്ചുകൊണ്ട് കർത്താവ് സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 verse 38, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പ്രസിദ്ധനായ ആ സാഹിത്യകാരൻ ഒരു തെളിഞ്ഞ സായാഹ്നത്തിൽ പട്ടണത്തിലെ തെരുവീഥികളിലൂടെ സാവകാശം നടക്കുകയാണ്. വൈകുന്നേരങ്ങളിലുള്ള ഉലാത്തൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധ കഥകളുടെ ആശയങ്ങൾ ലഭിച്ചത് ആ ഈവനിംഗ് വാക്ക് കാരണമാകാം. ചുറ്റുനോക്കി വളരെ പതുക്കെ നടന്ന അദ്ദേഹത്തിനെതിരെ ഒരു ഭിക്ഷക്കാരൻ നടന്നെത്തി. സാറേ, ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി, എന്തെങ്കിലും തരണേ. യാചകന്റെ സ്വരത്തിലെ ആർദ്രത സാഹിത്യകാരന്റെ ഹൃദയത്തിൽ മുള്ളുകളായി. സായാഹ്ന സവാരിക്കിറങ്ങുമ്പോൾ പോക്കറ്റിൽ പണം കരുതുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്പം സംഭ്രമത്തോടെയാണ് വിശ്വസാഹിത്യകാരൻ പറഞ്ഞത്, ക്ഷമിക്കണം, ഞാൻ പണമൊന്നും എടുത്തില്ലല്ലോ. സാധാരണ എല്ലാവരും പറയാറുള്ള ഭംഗിവാക്കാണെന്നാണ് യാചകൻ കരുതിയത്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, സാറിന് ഇഷ്ടമുള്ളത് തന്നാൽ മതി. യാചകന്റെ ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുകളും ആർദ്ര സ്വരവും സാഹിത്യകാരന്റെ മനസ്സിനെ പിടിച്ചിരുത്തി. അയാൾ യാചകനെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുംബിച്ചു. സഹോദര, എനിക്ക് തരുവാൻ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ആത്മനിർവൃതിയുടെ കയങ്ങളിൽ ആണ്ടുപോയ യാചകന്റെ കണ്ണ് നിറഞ്ഞു. അയാൾ പൊട്ടിക്കരഞ്ഞു, എനിക്ക് മതിയായി സർ, മറ്റാരും ഇന്നു വരെ നൽകാത്ത അത്ര വലിയ ഭിക്ഷയാണ് താങ്കൾ എനിക്ക് നൽകിയത്. പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ ആ യാചകന്റെ മുഖത്ത് തെളിഞ്ഞു കണ്ട കനകകാന്തി സാഹിത്യകാരന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായിരുന്ന ടോൾസ്റ്റോയ് ആയിരുന്നു ഈ മഹാദാനി. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.